നോർത്ത് പറവൂർ ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂളിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് അവാർഡുകൾ നൽകി ആദരിക്കുന്ന സമ്മേളനം മുൻ ജില്ലാ സെഷൻസ് ജഡ്ജ് KS സത്യൻ ഉദ്ഘാടനം ചെയ്തു. വിജയം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് അല്ലെ? ഏറ്റവും ആദ്യമായിട്ടുള്ളത് നിങ്ങളുടെ ആത്മസമർപ്പണം, കഠിനാധ്വാനം. വർഷങ്ങളായി നിങ്ങൾ ഈ സ്കൂളിൽ തന്നെ പഠിച്ചു വന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നവരായിരിക്കാം. എന്നാലും ഒരു 10ാം ക്ലാസ്സിലാണെങ്കിലും 12th-ലാണെങ്കിലും +2-ലാണെങ്കിലും മികച്ച വിജയം നേടുക എന്നത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ലക്ഷ്യം തന്നെയാണ്. അതിന് ഏറ്റവും ആദ്യമായി വേണ്ടത് നിങ്ങളുടെ അധ്വാനം തന്നെയാണ്, നിങ്ങളുടെ എഫേർട്ട്. ആ എഫേർട്ട് ഇല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മികച്ച വിജയം നേടുമെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കഠിനാധ്വാനം കൊണ്ട് മികച്ച വിജയം നേടി. അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് തന്ന ധാരാളം ആൾക്കാരുണ്ട്. പാരൻസ്, നിങ്ങളുടെ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, അവരൊരിക്കലും മറക്കരുത്. നിങ്ങൾ ഈ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് 90 and above കിട്ടിയവരാണ്. 89.99 കിട്ടിയവരുണ്ടാവും അല്ലേ? ചെറിയൊരു വ്യത്യാസം കൊണ്ട് ഈ അനുമോദന ചടങ്ങിൽ എത്താത്ത കുട്ടികളുണ്ടാവും. അവരുടെയും വിജയം എന്ന് പറയുന്നത് മഹത്തായ വിജയം തന്നെയാണ്, അവരുടെയും കഠിനാധ്വാനം തന്നെയാണ്. അപ്പോൾ അവരും ഈ പരീക്ഷയിൽ വിജയിച്ച ഓരോരുത്തരും നിങ്ങളെപ്പോലെ തന്നെ അനുമോദനം അർഹിക്കുന്നു. CMC വിമല പ്രോവിൻസ് കൗൺസിലർ സിസ്റ്റർ ഡോക്ടർ സൗമ്യ തോമസ് അധ്യക്ഷയായി. പറയുമ്പോൾ അത് വെറുതെ ഒരു ഭാഗ്യം മാത്രമാണ്. നിങ്ങളുടെ വിജയമാകട്ടെ നീണ്ട നാളുകളായുള്ള നിതാന്ത പരിശ്രമത്തിന്റെ ഫലമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ കഥ ഞാൻ ഓർക്കുകയാണ്. ജോനാഥൻ ദ സീഗർ. കടലിന് ചുറ്റും സമീപ പ്രദേശങ്ങളിലായിരുന്നുകൊണ്ട് ഇരപിടിക്കുക എന്നതാണ് ഒരു കടൽക്കാക്കയുടെ ജീവിതം. പക്ഷേ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയെ കണ്ടുകൊണ്ട് ജോനാഥൻ ആഗ്രഹിച്ചു, എനിക്കും അതുപോലെ ഉയരത്തിൽ പറക്കണമെന്ന്. ആദ്യമേ തന്നെ ഒരു തീരുമാനമെടുത്തു, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടുമെന്നുള്ളത്. നമുക്കറിയാം, ആ നോവൽ വായിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് എതിർപ്പുകൾ ആ കടൽക്കാക്ക നേരിടുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരെ, തന്നോടൊപ്പം പറക്കേണ്ടവരെല്ലാം അവനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവന്റെ ഉറച്ച തീരുമാനം അവന്റെ ലക്ഷ്യത്തിൽ നിന്നും അവനെ മാറ്റിയില്ല. ഇതുപോലെ തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യണമെന്ന് ആഗ്രഹിച്ച പലർക്കും
പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഉല്ലസിക്കാനുള്ള സമയങ്ങൾ, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ കൂട്ടുകൾ, പലതും നമുക്ക് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ അതെല്ലാം പരിത്യജിച്ചുകൊണ്ട് നമ്മുടെ എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിച്ച എല്ലാ പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ് സ്വാഗതം പറഞ്ഞു. A proud moment for my dear ones here. They have really won the battle, coming out in flying colors. CBC secondary and higher secondary full A1 is a tough job. Constant practice and hard work has made them kiss the cup. It is not a loss for my children who are here losing full A1 in just a margin. Their hard work and struggle is equally noted. We recognize your perseverance and efforts to grab the cup, but today we are here to appreciate the relentless struggle and commitment of your hard work, and the teachers for their sleepless night and prayerful days. മുൻ AEO CS ജയദേവൻ, നഗരസഭാ കൗൺസിലർ ലൈജി ബിജു, PTA പ്രസിഡന്റ് MGK വിഷ്ണു, MN ശ്രീലത, ലൈജോ ജോൺസൺ, മെറീന തോമസ്, ജിജി ബിജോയ് എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.